എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ആകുലത്തിൽ ആശ്വസിപ്പാൻ, ആവശ്യങ്ങളിൽ ആശ്രയിപ്പാൻ അങ്ങല്ലാതാരുമില്ലെനിക്ക്. ആത്മനാഥ ഈ പാരിടത്തിൽ എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ഇന്നീഹത്തിൽ നിന്നിലല്ല ദില്ല സന്തോഷം ജീവിതത്തിൽ. തിങ്ങി വിങ്ങുന്ന സങ്കടവും എങ്ങും പഴിയും നിന്നകളും. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. പ്രിയരെല്ലാം കൈവിടുമ്പോൾ, പ്രതികൂലമായി മാറിടുമ്പോൾ, പ്രാണപ്രിയായി ഏഴയാകും പ്രാണിയെ നീയും കൈവിടുമോ? എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. നല്ലതല്ലാതൊന്നുമില്ല, നീ നൽകുമെല്ലാം നന്മയല്ലോ. നിത്യത തന്നിലെത്തുവോളം നീ നടത്തെന്നെ നിൻഹിതം പോൽ. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ഞാൻ നോക്കിയപ്പോൾ വടക്കു നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളി കത്തുന്ന തീയും വരുന്നത് കണ്ടു. വേദപുസ്തകത്തിലെ 1-ാമത്തെ മഴവില്ല് നോഹയുടെ കാലത്തുണ്ടായ മഴവില്ലാണ്. ആ മഴവില്ല് ഒരടയാളമാക്കി വെച്ചുകൊണ്ട് ദൈവം മനുഷ്യനെ ജലപ്രളയം കൊണ്ട് ഒരുമിച്ച് നശിപ്പിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. 2-ാമത്തെ മഴവില്ല് നാം കാണുന്നത് എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിലാണ്. അവിടെ ആ മഴവില്ല് കാണുന്നതിന് മുൻപ് നാം കാണുന്നത് ഒരു കൊടുങ്കാറ്റ് വരുന്നു. ഒരു കൊടുങ്കാറ്റ്. 1-ാമത്തെ മഴവില്ലിന് മുമ്പ് കാറ്റും മഴയും ഉണ്ടായി, അതും കൊടുങ്കാറ്റ് തന്നെ. നോഹയുടെ കാലത്തെ പ്രളയം വരുന്നതിന് മുൻപ് മഴയോട് ചേർന്ന് കാറ്റുണ്ടായി, മിന്നലുകളും ഇടികളും ഉണ്ടായി, കാറ്റും ഉണ്ടായി. 1-ാമത്തെ മഴവില്ലിന് മുൻപ് കാറ്റുണ്ടായി. 2-ാമത്തെ മഴവില്ല് അത് കാണുമ്പോൾ തന്നെ കാറ്റ് അതിനോട് ചേർന്ന് തന്നെ, കൊടുങ്കാറ്റ് അതിനോട് ചേർന്ന് തന്നെയുണ്ട്. 3-ാമത്തെ മഴവില്ലും കാറ്റ് കാണാം, അത് മഴവില്ല് കഴിഞ്ഞാണ് കാറ്റ്. 3-ാമത്തെ മഴവില്ല് ഏതാണെന്ന് നോക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കാം. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു.
ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോട് സദൃശ്യൻ. സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായൊരു പച്ചവില്ല്. സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനം ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണുന്ന മഴവില്ല് രാജകീയ സിംഹാസനത്തിന് ചുറ്റുമുള്ള മഴവില്ലാണ്. നിത്യനായ ദൈവത്തിൻ്റെ തേജോമയമായ സിംഹാസനത്തിൻ്റെ ചുറ്റുമുള്ള മഴവില്ലാണ് അപ്പോസ്തലനിവിടെ കാണുന്നത്. യോഹന്നാൻ അപ്പോസ്തലനിവിടെ കാണുകയാണ് ആ മഴവില്ല് സിംഹാസനത്തിൻ്റെ ചുറ്റിലും പ്രശോഭിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോഴാണ്, ഇത് 4-ാം അധ്യായത്തിലാണ്, 6-ാം അധ്യായം മുതൽ നാം വായിക്കുമ്പോൾ നമുക്ക് ദൈവിക ശിക്ഷകളുടെ കൊടുങ്കാറ്റാണ് കാണുന്നത്. 7 മുദ്രകൾ, 7 കാഹളങ്ങൾ. ഓരോ മുദ്രയും പൊട്ടിക്കുമ്പോൾ വലിയ വലിയ നാശങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുകയാണ്. വരാൻ പോകുന്ന കാര്യങ്ങളാണ്. 7 മുദ്ര. ഓരോ മുദ്രയും പൊട്ടിക്കുമ്പോൾ വിവിധങ്ങളായ അത്യാഹിതങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകുകയാണ്. ഓരോ കാഹളം ഊതുമ്പോൾ ഭയാനകമായ കെടുതികളും ഭീകരമായ വിപത്തുകളും ഈ ലോകത്തിലുണ്ടാവുകയാണ്. ഇതെല്ലാം ഭയങ്കരങ്ങളായ ശിക്ഷാവിധിയുടെ കൊടുങ്കാറ്റുകളാണ്, ശിക്ഷയുടെ കൊടുങ്കാറ്റുകൾ. അതിനു മുൻപ് ഒരു മഴവില്ല് കാണിച്ചു തരുന്നു. ദൈവത്തിൻ്റെ നിയമം ഓർക്കുകയാണ്. ആദ്യം നോഹയുടെ കാലത്തുള്ള ജലപ്രളയം കഴിഞ്ഞാണ് മഴവില്ല്. രണ്ടാമത് യെഹെസ്കേൽ പ്രവാചകൻ കാണുന്ന മഴവില്ല്, പ്രവാചകൻ ആ മഴവില്ല് കാണുമ്പോൾ തന്നെയാണ് കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റ് കഴിഞ്ഞ് മഴവില്ല് നോഹയുടെ കാലത്ത്. എന്നാൽ മഴവില്ലോട് ചേർന്ന് തന്നെ കൊടുങ്കാറ്റ് യെഹെസ്കേലിൻ്റെ കാലത്ത്. എന്നാൽ വലിയ കൊടുങ്കാറ്റിന് മുൻപ് മഴവില്ല് അപ്പോസ്തലനായ യോഹന്നാൻ്റെ വെളിപ്പാടിൽ. ദൈവത്തിന് സ്തോത്രം. ഗൗരവമേറിയ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. തിരുവചനം പഠിക്കുമ്പോൾ നാം ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോൾ കുറേയേറെ പാഠങ്ങൾ കർത്താവ് നമുക്ക് തരും. നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കണം, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കർത്താവേ, ഇതിൻ്റെ എല്ലാം അർത്ഥത്തിൻ്റെ ഗരിമയിലേക്ക് ഇറങ്ങാൻ ഈ കൃപ തരണമേ എന്ന്, അർത്ഥത്തിൻ്റെ ഗാംഭീര്യത്തിലേക്ക് ഇറങ്ങാൻ കൃപ തരണമേ എന്ന്, അർത്ഥത്തിൻ്റെ ആ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ എനിക്ക് കൃപ തരണമേ എന്ന്. കർത്താവെ, ആത്മീയമായി ഉൾക്കാഴ്ച തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്താണ് നാം കണ്ടത്? നോഹയുടെ കാലത്ത് കൊടുങ്കാറ്റ് കഴിഞ്ഞ് മഴവില്ല്. കൊടുങ്കാറ്റുണ്ടായി, പക്ഷേ ഒരു മഴവില്ല് പിന്നാലെ വരുന്നു. സമാധാനമാണ്. കൊടുങ്കാറ്റുകളുണ്ട്, ജീവിതത്തിൽ കൊടുങ്കാറ്റുകളുണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ട് കൊടുങ്കാറ്റുകൾ, ചുഴലിക്കാറ്റുകൾ. എന്തെല്ലാമാണ് കൊടുങ്കാറ്റുകൾ? അത് നമുക്ക് ഓരോന്നോരോന്ന് എണ്ണി പറയുമ്പോൾ നാം ചിലപ്പോൾ കരഞ്ഞു പോകും, അല്ലേ? എല്ലാ വീടുകളിലും കൊടുങ്കാറ്റുകളുണ്ട്. ഞാൻ പറയുന്ന കൊടുങ്കാറ്റ് ഈ വലിയ കാറ്റ് ഊതിയിട്ട് ഈ മരങ്ങളും മറ്റും ഒലച്ച് കളയുന്ന കൊടുങ്കാറ്റല്ല. ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ, ജീവിതത്തിലെ കെടുതികൾ, ജീവിതത്തിലെ അത്യാഹിതങ്ങൾ, ഒരിക്കലും നനച്ചിരിയാത്ത ആപത്തുകൾ, അപ്രതീക്ഷിതമായ വിപത്തുകൾ, അവിചാരിതമായ അത്യാഹിതങ്ങൾ, എന്തെല്ലാം കൊടുങ്കാറ്റുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോവുക, അതൊരു കൊടുങ്കാറ്റല്ലേ? നമ്മളെ ഓമനിച്ചു കൊണ്ടിരുന്നവർ, നമ്മെ ലാളിച്ചു കൊണ്ടിരുന്നവർ, നമ്മളെ ഏറ്റവും സ്നേഹത്തോടെ കരുതിക്കൊണ്ടിരുന്നവർ, അവർ പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോവുക, അതൊരു കൊടുങ്കാറ്റല്ലേ? വളരെ സുഖസന്തോഷങ്ങളോടെ ജീവിച്ച ഒരു കുടുംബത്തിൽ അവിടെ പെട്ടെന്ന് ഒരു രോഗം ഒരാൾക്ക് വരിക, അതോ മാരകമായ രോഗം വരിക, അതൊരു കൊടുങ്കാറ്റല്ലേ? അല്ല, വളരെ ലളിതമായി പറയാം, വളരെ കാര്യമായി പഠിച്ചു, നല്ലതുപോലെ പഠിച്ചു, പക്ഷേ പഠിച്ചിട്ടും പരീക്ഷ പാസ്സാകാൻ പറ്റിയില്ല, അതൊരു കൊടുങ്കാറ്റല്ലേ?
നല്ല രീതിയിൽ തന്നെ പഠിച്ചു, പാസ്സായി. പക്ഷേ ഒരു ജോലി കിട്ടിയില്ല. അതൊരു കൊടുങ്കാറ്റല്ലേ? അല്ല, നല്ല ജോലി കിട്ടി, പക്ഷേ അവിചാരിതമായ ജോലി നഷ്ടപ്പെട്ടു. അതൊരു കൊടുങ്കാറ്റല്ലേ? സുഖമായും സന്തോഷമായും ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് നനച്ചിരിയാതെ വലിയ കടം വന്ന് കയറിയത്. വലിയൊരു നഷ്ടം, ഒട്ടും പ്രതീക്ഷിച്ചില്ല. വലിയൊരു കടം വന്ന് കയറി. അതൊരു കൊടുങ്കാറ്റല്ലേ? ദൈവത്തിന് സ്തോത്രം. ആറ്റുനോറ്റൊരു കല്യാണം കഴിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അറിഞ്ഞു വിവാഹം കഴിച്ച ചെറുപ്പക്കാരൻ മനോരോഗിയാണ്. കല്യാണത്തിന് 2-3 ദിവസം മരുന്ന് കഴിച്ചില്ല. അതോടെ അവൻ വയലൻ്റായി, വീട്ടിൽ വഴക്കായി, ബഹളമായി, ഒച്ചപ്പാടായി. പാവം ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഡൈവോഴ്സ്, വിവാഹമോചനം. കൊടുങ്കാറ്റല്ലേ? ദൈവത്തിന് സ്തോത്രം. വളരെ കാര്യമായി മോനെ അല്ലെങ്കിൽ മോളെ വളർത്തി, നല്ല പരിശീലനങ്ങൾ കൊടുത്തു, നല്ല സമ്പ്രദായങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, നല്ല വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചു, നല്ല കോളേജുകളിൽ വിട്ടു. എത്ര വേണമെങ്കിലും പൈസ ചെലവഴിക്കാമായിരുന്നു. ഉയർന്ന പ്രതീക്ഷകളോടെയാണ് വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷേ പാവം പെൺകുട്ടി ഒരു പ്രേമക്കുരുക്കിൽപ്പെട്ടു. ഏതോ ഒരു ചെറുപ്പക്കാരൻ്റെ വലയിൽ കുടുങ്ങി. അവളുടെ ജീവിതം നശിച്ചു. അതൊരു കൊടുങ്കാറ്റല്ലേ? ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം ഞാൻ പലതും പറഞ്ഞില്ല. നിങ്ങൾക്കറിയാമല്ലോ കൊടുങ്കാറ്റുകൾ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ. എന്തൊക്കെയാണ് കൊടുങ്കാറ്റുകൾ? എന്നാൽ കേൾക്കൂ, ഈ കൊടുങ്കാറ്റിന് ശേഷം ഒരു മഴവില്ല് കാണാം. ഈ കൊടുങ്കാറ്റിൻ്റെ അപ്പുറത്തൊരു മഴവില്ലുണ്ട്. ദൈവത്തിന് സ്തോത്രം. നോഹയുടെ കാലത്തെ ആ പ്രളയത്തോട് ചേർന്നുള്ള കൊടുങ്കാറ്റിന് ശേഷം ഒരു മഴവില്ല് കണ്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവവൈതലേ, നിൻ്റെ ജീവിതത്തിൽ നിന്ന് കൊടുങ്കാറ്റുകളുണ്ട്. നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ദൈവം പറഞ്ഞത്, എൻ്റെ നിയമം ഞാൻ ഓർക്കും, ഞാൻ മഴവില്ലിനെ നോക്കും. ഞാൻ മഴവില്ല് കാണുമ്പോൾ എൻ്റെ നിയമം ഞാൻ ഓർക്കും. ദൈവത്തിന് സ്തോത്രം. കൊടുങ്കാറ്റുകളിൽപ്പെട്ട് ഒഴുകുന്ന മനുഷ്യജീവിതത്തിൽ ആശ്വാസം പകരാൻ മഴവിൽ കൊടിയത വാനവിരിവിൽ ദൈവം പ്രശോഭിപ്പിക്കുകയാണ്. ജീവിതത്തിൽ യാതനകളുണ്ട്, ജീവിതത്തിൽ ദുരിതങ്ങളുണ്ട്, താങ്ങാനാവാത്ത വിപത്തുകളുണ്ട്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിണക്കവും വഴക്കുമുണ്ട്, അസ്വാരസ്യങ്ങളുണ്ട്. നിസ്സാര കാര്യത്തിന് വഴക്ക് പിടിച്ച്, നിസ്സാര കാര്യത്തിന് വാക്കേറ്റമായി കുടുംബം, സന്തോഷം, സമാധാനം തകർത്ത് കളയുന്ന അനുഭവമുണ്ട്. ഇല്ലേ കൊടുങ്കാറ്റുകൾ? അനേകം കൊടുങ്കാറ്റുകളേറ്റ് വലഞ്ഞവരാണ് നിങ്ങൾ ചിലർ. കൊടുങ്കാറ്റിൽപ്പെട്ട് ഉഴന്നു പോയവരാണ് നിങ്ങൾ ചിലർ. ജീവിതം ഉലച്ച് കളഞ്ഞവരാണ് നിങ്ങൾ ചിലർ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മാരകമായ രോഗത്തിൻ്റെ കൊടുങ്കാറ്റിൽപ്പെട്ട് ആടി ഉലയുന്നവരാണ് നിങ്ങൾ ചിലർ. നാളെയിലേക്ക് നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് ഒരു വകയും കാണാതെ എല്ലാം നിരാശയുടെ കയ്യത്തിലേക്ക് താണു പോകുന്ന അനുഭവത്തിൽ കഴിയുന്നവരാണ് നിങ്ങൾ ചിലർ. എന്നാൽ ദൈവം പറയുന്നു, മകനെ, നീ നിരാശപ്പെട്ടിരിക്കേണ്ട. മഴവില്ലിതാ വിരിയാൻ പോകുന്നു. ആകാശവിധാനത്തിൽ മഴവില്ലിതാ വിരിയാൻ പോകുന്നു. സ്വർഗീയ നഭോമണ്ഡലത്തിൽ നിനക്ക് വേണ്ടി ഒരു പ്രകാശവിതാ വിരിയാൻ പോകുന്നു. നിൻ്റെ കേടുകൾ തീരും, നിൻ്റെ യാതനകൾ തീരും, നിൻ്റെ ദുരിതങ്ങൾ തീരും. നിൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കൊരറുതിയുണ്ട്. ഇന്ന് നിനക്ക് ടെൻഷനുണ്ട്, ഇന്ന് നിനക്ക് ആപത്തുണ്ട്, ഇന്ന് നിനക്ക് രോഗമുണ്ട്, ഇന്ന് നിനക്ക് പൈസയ്ക്ക് ഞെരുക്കമുണ്ട്, ഇന്ന് കടത്തിൻ്റെ വലിയ കെടുതികളുണ്ട്, ഇന്ന് കുടുംബത്തിൽ സ്വസ്ഥതയില്ല, ഇന്ന് മനസ്സെപ്പോഴും പരവശമാണ്, എപ്പോഴും ഒരു ആന്തലാണ്, എപ്പോഴും ഒരു ആധിയാണ്, എപ്പോഴും ഒരു ഭീതിയാണ്, ഒരു ആശങ്കയാണ്, ജീവിതമാകെ വലയുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണ്? മകനെ, കൊടുങ്കാറ്റേറ്റ് നീ വിഷമിക്കേണ്ട. ഈ കൊടുങ്കാറ്റിന് ശേഷം ഒരു മഴവില്ലുണ്ട്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ മഴവില്ല്, ആ മഴവില്ലിനോട് ചേർന്ന് തന്നെ കൊടുങ്കാറ്റാണ് കണ്ടത്. മഴവില്ല്, കൊടുങ്കാറ്റ് ഒരുമിച്ച് തന്നെ. ദൈവത്തിന് സ്തോത്രം. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കുക. കൊടുങ്കാറ്റ് മഴവില്ലിനോട് ചേർന്ന് തന്നെ നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മഴവില്ല് നമുക്ക് നേരിട്ട് കാണാം. വായിക്കാം. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്നൊരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിൻ്റെ ചുറ്റും ഒരു പ്രകാശവും അതിൻ്റെ നടുവിൽ നിന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി 28-ാം വാക്യം വായിക്കാം. വടക്ക് നിന്നൊരു കൊടുങ്കാറ്റ് വന്നു, വലിയൊരു പ്രകാശം വന്നു, വലിയൊരു തീ വന്നു. 28-ാം വാക്യം. അതിൻ്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ കാഴ്ച പോലെയായിരുന്നു. മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ കാഴ്ച പോലെയായിരുന്നു ആ പ്രകാശം. ദൈവത്തിന് സ്തോത്രം. ഈ കൊടുങ്കാറ്റിൻ്റെ കൂടെ തന്നെ ഇതാ ചേർന്ന് വരുന്നു ഒരു മഴവില്ല്.
അത് പിന്നീടല്ല, അത് മുൻപുമല്ല, ഒപ്പം തന്നെയുണ്ട്. മകനെ ഭയപ്പെടേണ്ട, ഒപ്പം തന്നെ കൊടുങ്കാറ്റിൻ്റെ കൂടെ നിൻ്റെ ജീവിതത്തിൽ ഇതാ മഴവില്ല് കാണുന്നു. നീ ഭയപ്പെടേണ്ട. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കൊടുങ്കാറ്റുകൾ, നിൻ്റെ ചുഴലിക്കാറ്റുകൾ നിന്നെ ഉലയ്ക്കുമ്പോൾ, നിന്നെ വലയ്ക്കുമ്പോൾ, അപ്പോഴിതാ നിൻ്റെ അരികത്ത് വന്ന് ഈ മഴവില്ല് പ്രശോഭിച്ച് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ, ഈ മഴവില്ല് കർത്താവായ യേശുവാണ്. ഏത് പ്രതിസന്ധിയിലും നമ്മെ തളരാതെയും തകരാതെയും കാക്കുന്ന അനുഗ്രഹത്തിൻ്റെ ആ ഉറവിടമായ ക്രിസ്തു നമ്മുടെ അരികത്ത് വന്ന് നിൽക്കുകയാണ്. ആ കർത്താവ് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. എൻ്റെ ആടുകളിൻ്റെ ശബ്ദം കേൾക്കുന്നു, അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. തൻ്റെ കുഞ്ഞാടുകളെ തൻ്റെ കയ്യിൽ നിന്ന് വലിച്ചു പറിച്ചെടുക്കാൻ ആർക്കും കഴിയുകയില്ല. ഒരു ദുഷ്ടപിശാചിനും എടുക്കാൻ സാധിക്കുകയില്ല. നിങ്ങളാരും ഭയപ്പെടേണ്ട, നിങ്ങളാരും പേടിക്കേണ്ട, നിങ്ങളാരും ആശങ്കാകുലരാകേണ്ട, നിങ്ങളാരും നിരാശപ്പെടേണ്ട. കാരണം യേശുവിൻ്റെ കയ്യിലാണോ നിങ്ങൾ, നിങ്ങളെ ആരും പിടിച്ചു പറിച്ചുകൊണ്ട് പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. ആദ്യം കർത്താവ് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല എന്നാണ്. എന്നാൽ വീണ്ടും കർത്താവ് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ കർത്താവ് തള്ളിക്കളകയില്ല. കർത്താവിൻ്റെ കയ്യിലായാൽ ആരും പിടിച്ചു പറിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ഇവന് എന്തിനു ഭയപ്പെടണം? യേശുവിൻ്റെ കൈകളിൽ നാം ഇരിക്കുക. കൊടുങ്കാറ്റ് വന്നുകൊള്ളട്ടെ, യേശുവിൻ്റെ കൈകളിലാണ് നാം ഇരിക്കുന്നത്. അവൻ്റെ കരം നമ്മെ താങ്ങുകയാണ്. ഗോഡ് ഈസ് മൈ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്, ഈസ് ദ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ദ ടൈം ഓഫ് ട്രബിൾ. ദൈവത്തിന് സ്തോത്രം. ഗോഡ് ഈസ് മൈ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്. എൻ്റെ ദൈവമേ, നീ എൻ്റെ സങ്കേതമാണല്ലോ, നീ എൻ്റെ ബലമാണല്ലോ. ഹീസ് ദ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ദ ടൈം ഓഫ് ട്രബിൾ. ട്രബിൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ ഏറ്റവും അടുത്ത തുണയായി നിൽക്കുന്നുണ്ടല്ലോ. 46 സംഘത്തിന് 1-ാം വാക്യം, ഗോഡ് ഈസ് മൈ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്, ഹീസ് ദ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ദ ടൈം ഓഫ് ട്രബിൾ. 46 സംഘത്തിന് 1-ാം വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, ഈ ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, ജലരാശി മുഴുവനും ഇരച്ച് കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും, ഈ വെള്ളത്തിന്റെ തിരമാലകളുടെ പെരുപ്പം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. നാം ഭയപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്താ കാരണം? ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു. 18-ാം സംഘത്തിന് 1-ാം വാക്യം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരൻ ധൈര്യത്തോടെയാണ് പറയുന്നത്. നല്ല ധൈര്യത്തോടെ, ദൈവം എൻ്റെ കോട്ടയാണ്, ദൈവം എൻ്റെ രക്ഷയാണ്, ദൈവം എൻ്റെ ദുർഗമാണ്, ദൈവം എൻ്റെ ശരണമാണ്, ജീവനുള്ള ദൈവം. എൻ്റെ ദൈവമേ, മരണപാശങ്ങൾ എന്നെ ചുറ്റുന്നുണ്ട്, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിക്കുന്നുണ്ട്, പാതാള വേദനകൾ എന്നെ പിടിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ നീ എൻ്റെ അരികിലേക്ക് വന്നു. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, മരണത്തിൻ്റെ കണികൾ എന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും. എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും. എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും. എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും. എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും. എൻ്റെ ഗോപുരവുമാകുന്നു. ഗോപുരവുമാകുന്നു. സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും, സ്തുതിക്കപ്പെടേണ്ടവനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, മരണത്തിന്റെ കയറുകൾ എന്നെ ചുറ്റി, മരണപാശങ്ങൾ എന്നെ ചുറ്റി. അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു. മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എന്റെ ദൈവത്തോട് നിലവിളിച്ചു. എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവൻ തന്നെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 116-ാം സങ്കീർത്തനം ആദ്യ വാക്യങ്ങൾ വായിക്കാമോ?
116 സങ്കീർത്തനം ആദ്യവാക്യങ്ങൾ അവിടെ ഇത് തന്നെ കാണാം. എന്തൊരു വിശ്വാസം! സങ്കീർത്തനക്കാരൻ്റെ ബലം അതല്ലേ? ദൈവമല്ലേ സങ്കീർത്തനക്കാരൻ്റെ ബലം? ദാവീദിൻ്റെ ശക്തി ദുർഗമല്ലേ ജീവനുള്ള ദൈവം? ഇപ്പോൾ തെറ്റുകൾ വന്നുപോയി, ശരിയാണ്. പാപങ്ങൾ വന്നുപോയി, ശരിയാണ്. അനുദവിച്ചു വന്നു, ദൈവത്തിൽ ശരണം പ്രാപിച്ചു, കർത്താവിനെ മുറുകെ പിടിച്ചു, ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഇറുകെ ചേർന്ന് പിടിച്ചു. ഒട്ടും അധൈര്യപ്പെട്ടില്ല. സാഹചര്യങ്ങളെല്ലാം എതിരായിരുന്നു. ശൗൽ രാജാവ് കൊല്ലാൻ നോക്കി, മകൻ അബ്ശാലോം പിന്നാലെ വേട്ടയാടാൻ വന്നു, കൊന്നുകളയാൻ നോക്കി. എല്ലാം എതിരായി തീർന്നു, സകലരും എതിരായി തീർന്ന സമയമുണ്ടായി. അവിടെ ഫെലിസ്ത്യരെല്ലാം എതിരായിരുന്നു. ഗോലിയാത്ത് മല്ലൻ നശിപ്പിക്കാനും കൊല്ലാനും തയ്യാറായി വന്നു. എല്ലാം എതിര്. എന്നാൽ ദാവീദ് പതറിയില്ല. 116 സങ്കീർത്തനം 1-ാം വാക്യം, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. പ്രാർത്ഥനയ്ക്ക് നീ ചെവി ചായ്ച്ചതുകൊണ്ട് എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. അയ്യോ ദൈവമേ, എൻ്റെ പ്രാണനെ ഒന്ന് രക്ഷിച്ചോളണേ എന്ന് ഞാൻ വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുമുള്ളവൻ. അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. കണ്ണീര് മാനിക്കുന്നൊരു ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഉള്ളം തൊട്ട് പറയട്ടെ, നിങ്ങൾ ഈ ദൈവത്തെ മറക്കരുത്. ഈ ദൈവത്തെ നിങ്ങൾ വിട്ടുകളയരുത്. ഈ ക്രിസ്തുവിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഈ ക്രിസ്തുവിനെ നിങ്ങൾ അഗണ്യമാക്കരുത്. ഈ ക്രിസ്തുവിനെ നിങ്ങൾ അവഗണിക്കരുത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. ആ സ്നേഹനിധിയെ നിങ്ങളൊന്ന് കാണുക. കഴിഞ്ഞകാല പാവങ്ങളെല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ്. കഴിഞ്ഞകാല ജീവിതത്തിലൊന്ന് പോയ എല്ലാ തെറ്റുകളും അവൻ നമുക്ക് ക്ഷമിച്ചു തരും. നിങ്ങളൊന്ന് എന്ന് ഇനിയെങ്കിലും ഒന്ന് ആരംഭിക്കാമോ? ഇനിയെങ്കിലും വളരെ വൈകിപ്പോയി എന്ന് തോന്നുന്നു, പക്ഷേ ഇനി ഒട്ടും വൈകാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് കൊടുക്കൂ. നിങ്ങൾക്ക് വേണ്ടി തകർന്ന കൈകളിലേക്ക്, നിങ്ങൾക്ക് വേണ്ടി ആണിയടിച്ച് മുറിഞ്ഞ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കൊടുത്തു നോക്കൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സങ്കടഭാരങ്ങളും പേറിക്കൊണ്ട് നിങ്ങൾക്ക് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. നിങ്ങളുടെ രോഗത്തിൻ്റെ വേദനകളും പേറിക്കൊണ്ട് നിങ്ങൾക്ക് അവൻ്റെ അരികിലേക്ക് ചെല്ലാം. നിങ്ങളുടെ കടത്തിൻ്റെ ഭാരങ്ങളും പേറിക്കൊണ്ട് അവൻ്റെ അരികിലേക്ക് നിങ്ങൾ ചെല്ലാം. നിങ്ങളുടെ ചുമടുകളെല്ലാം ചുമന്നുകൊണ്ട് അവൻ്റെ അരികത്ത് ചെന്നിട്ട് അവൻ്റെ പാദപീഠത്തിലേക്ക് ചുമടെല്ലാം ഇറക്കി വയ്ക്കാം. എന്തുമാത്രം ചുമടുകളാണ് ഓരോരുത്തരും ചുമക്കുന്നത്! എന്തുമാത്രം ചുമടുകൾ! ബേർഡൻസ് ആൻഡ് ബേർഡൻസ്. ദൈവത്തിന് സ്തോത്രം! എന്തുമാത്രം ചുമടുകൾ! എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം ചുമട് ചുമന്ന് വലഞ്ഞവരല്ലേ? ഭാരപ്പെട്ട് ഉലഞ്ഞവരല്ലേ? കഷ്ടപ്പാടിൽ വിഷമിച്ചവരല്ലേ? നിങ്ങൾ പലരും ദാരിദ്ര്യം അനുഭവിച്ചവരില്ലേ? പണത്തിന് ഞെരുങ്ങിയവരില്ലേ? നിങ്ങൾ വലഞ്ഞ് വിഷമിച്ച് പോയവരില്ലേ? നിങ്ങൾ കൊടുങ്കാറ്റേറ്റ് നിങ്ങൾ ജീവിതമാകെ സ്തംഭിച്ചു പോയവരില്ലേ? എല്ലാം ഉലഞ്ഞലഞ്ഞ് നിങ്ങൾ വലഞ്ഞ് വിഷമിച്ച് പോയവരില്ലേ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങളെ കാണുന്ന ദൈവം, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങളുടെ ചുമടെല്ലാം ഏറ്റെടുക്കാൻ അവൻ്റെ ആണിപ്പാട കര നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. മകനെ, നീ വെച്ചു കൊടുക്കൂ. ആരെല്ലാം എത്ര ചുമട് വെച്ച് കൊടുത്താലും എല്ലാം ചുമക്കാൻ തയ്യാറായും എല്ലാം ചുമക്കാൻ കരുത്തനായും യേശു ക്രിസ്തു ജീവിക്കുന്നു. ഈ ക്രിസ്തുവിനെ നിങ്ങൾ മറക്കരുത്. ഈ ക്രിസ്തുവിനെ നിങ്ങൾ മറികടന്ന് പോകരുത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നിങ്ങൾ മറക്കരുത്. എൻ്റെ സ്നേഹിതരെ, ഈ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ. യേശുവിനോട് നിങ്ങൾ ഉള്ളു തുറന്ന് പറയൂ, കർത്താവേ, ഇത്രയും കാലം കൊടുങ്കാറ്റേറ്റ് വലഞ്ഞവളാണ് ഞാൻ. ഇത്രയും കാലം ഭർത്താവിൻ്റെ മർദ്ദനമേറ്റ് പെടഞ്ഞവളാണ് ഞാൻ. മദ്യവെച്ച് ലക്ക് കേട്ട് വന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ സഹിച്ചു കർത്താവേ. എന്നിട്ടും ഞാൻ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ ഞാൻ താങ്ങി, ഞാൻ തലോടി. എന്നിട്ടും പിന്നെയും എന്നെ ഉപദ്രവിച്ചു. എൻ്റെ കർത്താവേ, എന്നും വേദനിച്ചവളാണ്, എന്നും ഭാരപ്പെട്ടവളാണ്. ഒരിക്കലും സ്വസ്ഥത കിട്ടിയിട്ടില്ല, ഒരിക്കലും സമാധാനം കിട്ടിയിട്ടില്ല. ഏതെല്ലാം പീഡകളാണ് ഞാൻ ഏറ്റത്, ഏതെല്ലാം തരത്തിലാണ് ഞാൻ കെടുതി അനുഭവിച്ചത്. കർത്താവേ, നിനക്കറിയാമല്ലോ. എനിക്കൊരു വിശ്രമമില്ലേ, എനിക്കൊരു സ്വസ്ഥതയില്ലേ, എനിക്കൊരു സമാധാനമില്ലേ, എനിക്കൊരു ആശ്വാസം കിട്ടുകയില്ലേ. യേശുവേ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളുടെ ആക്രമണമേറ്റ് ഞാൻ വലഞ്ഞവനല്ലേ. യേശുവേ, ഇല്ലാത്ത കാര്യങ്ങൾ ആളുകൾ പറഞ്ഞുണ്ടാക്കി എന്നെക്കുറിച്ച് കിംവദന്തികൾ വരുത്തി
വരുത്തി. ഞാൻ ആളുകളുടെ മുമ്പിൽ ചീത്തയായവനല്ലേ? എല്ലാവരും എന്നെ പരിഹസിച്ചില്ലേ? എല്ലാവരും എന്നെ വെറുത്തില്ലേ? എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? യേശുവേ, എൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റേറ്റ് വലഞ്ഞവനാണ് ഞാൻ. എന്നാൽ ഇപ്പോൾ ഈ മഴവിൽ കൊടി എൻ്റെ ചുറ്റും ഒന്ന് മിന്നണമേ. ഈ മഴവിലിൻ്റെ പ്രകാശം, പരിശുദ്ധാത്മാവിൻ്റെ തേജസ്സിൻ്റെ പ്രകാശം എനിക്ക് ചുറ്റും വലയം തീർക്കണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രാരബ്ധങ്ങളുമായി വലഞ്ഞുപോയ, എൻ്റെ ജീവിതത്തിൽ രോഗങ്ങളും ബാധകളുമായി വലഞ്ഞുപോയ, എൻ്റെ ജീവിതത്തിൽ അനേകം ശാപങ്ങളും ബന്ധനങ്ങളുമായി ഉലഞ്ഞുപോയ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ യേശുവേ ഒരു പ്രകാശ വലയം നീ സൃഷ്ടിക്കണമേ. ഒരു മഴവില്ല് നീ സൃഷ്ടിക്കണമേ. എൻ്റെ കുടുംബത്തിന് ചുറ്റും ഒരു മഴവില്ല് നീ തീർക്കണമേ. എൻ്റെ ജീവിതത്തിന് ചുറ്റും ഒരു മഴവില്ല് തീർക്കണമേ. ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു മഴവില്ല് തീർത്ത് എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, എന്നോട് നീ മനസ്സലിയണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മൂന്നാമത്തെ മഴവില്ല്, അത് മഴവില്ല് മുൻപേ കാണിച്ചു തരുന്നു. മഴവില്ല് മുൻപേ മഴവില്ല്. എന്നാൽ 6-ാം അധ്യായം മുതൽ മുന്നോട്ട് 5, 6, 7 അധ്യായങ്ങൾ, 8-ാം അധ്യായം എല്ലാം വായിക്കുമ്പോൾ 8, 9 അധ്യായങ്ങളിൽ ആ കാഹളം ഊതുന്നതിൻ്റെ സമയത്തുണ്ടാകുന്ന വലിയ കെടുതികൾ നാം വായിക്കാൻ പറ്റുന്നുണ്ട്. അതിലേക്ക് ഇപ്പോൾ കടക്കാൻ സമയമില്ല. നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. അനേകം അത്യാഹിതങ്ങൾ സംഭവിക്കുന്നു. ദേശത്തിൽ 3 നശിക്കുന്നു, 3 കത്തിപ്പോകുന്നു. ന്യൂട്രോൺ ബോംബെന്നും മറ്റും പറയുന്ന, ലേസർ രശ്മികളെന്നും മറ്റും പറയുന്നതിനെക്കുറിച്ച് വെളിപ്പാട് 9-ാം അധ്യായത്തിൽ പറയുന്നത് അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. അനേകം ഭീകരങ്ങളായ ബാലിസ്റ്റിക് മിസൈൽസിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് അതെല്ലാം പഠിക്കേണ്ട വിഷയങ്ങളാണ്. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ. അനേകം അത്യന്താധുനികങ്ങളായ ആയുധ സന്നാഹങ്ങൾ കൊണ്ട് ലോകത്തെ മുടിക്കുവാൻ തയ്യാറായിരിക്കുന്ന സമൂഹത്തെയാണ് നാം കാണുന്നത്. ഇതാ മുടിവിതാ വരുന്നു, നാശമിതാ വരുന്നു. ഒരു 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ വക്കിലേക്ക് മനുഷ്യരാശി എത്തി നിൽക്കുന്നു. സഹോദരങ്ങളെ, ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്ന ഒരു ഭീകര യുദ്ധത്തിലേക്ക് മനുഷ്യനിതാ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ആരും അറിയുന്നില്ല. എല്ലാവരും ഉറങ്ങുകയാണ്, എല്ലാവരും കണ്ണടച്ചിരിക്കുകയാണ്, എല്ലാവരും മയങ്ങിയിരിക്കുകയാണ്. ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ജീർണി പിടിച്ച് പോയിരിക്കുന്നു. മ്ലേച്ഛത വർദ്ധിച്ചിരിക്കുന്നു, തിന്മകൾ പെരുകിയിരിക്കുന്നു, അന്ധവിശ്വാസങ്ങൾ വീണ്ടും വർദ്ധിച്ചു വരുന്നു, അന്ധാചാരങ്ങൾ, അബദ്ധാചാരങ്ങൾ, എത്രയും ഭീകരമായ കാര്യങ്ങളെല്ലാം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിൻ്റെ മുൻകുറിയാണ്? ഈ ലോകം നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ നാശം, ഭീകരമായ നാശം വരുന്നതിന് മുൻപ് സഭയെ ചേർക്കാൻ മണവാളൻ വരും. ആരാണീ മണവാളൻ? അരുമണവാളനായ യേശു. തൻ്റെ വിശുദ്ധ സഭയാകുന്ന മണവാട്ടിയെ ചേർക്കാൻ കർത്താവായ യേശു വീണ്ടും വരും. യേശു വരുമ്പോൾ ഞാൻ ചേർക്കപ്പെടുമോ? യേശു വരുമ്പോൾ ഞാൻ സ്വീകരിക്കപ്പെടുമോ? മോനെ, നീ സ്വീകരിക്കപ്പെടുമോ? മോളെ, നീ സ്വീകരിക്കപ്പെടുമോ? യേശു വരുമ്പോൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ നിനക്ക് ഒരുക്കമുണ്ടോ? ഇന്ന് നീ ഒരു ശുദ്ധിമതിയായോ? മോനെ, നീ ഒരു വിശുദ്ധനായോ? നിൻ്റെ ജീവിതം കഴുകപ്പെട്ടുവോ? കുഞ്ഞാടിൻ്റെ തിരുരക്തത്താൽ, അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ തിരുരക്തത്താൽ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീ ശുദ്ധീകരണം പ്രാപിച്ചുവോ? നീ കഴുകൽ പ്രാപിച്ചുവോ? ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ, ഒട്ടും വൈകണ്ട, ഈ നിമിഷം തന്നെ നിൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശുവിൻ്റെ പാദത്തിൽ വീണുകൊണ്ട്, യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തുകൊണ്ട് യേശുവിനോട് പറയൂ, യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നിൻ്റെ വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ കർത്താവേ. നിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ. തിരുരക്തത്തിൻ്റെ അടയാളം തന്ന് എന്നെ നീ വിശുദ്ധീകരിച്ച് എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർത്ത് എന്നെ നിൻ്റെ മകനും അവകാശമാക്കി തീർക്കണമേ. എന്നെ നിൻ്റെ മകളും അവകാശമാക്കി തീർക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അവിടുത്തെ ജീവൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ. ആശ്വസിപ്പിച്ച് സമാധാനം നൽകി, സന്തോഷം നൽകി, പാപവിമോചനം നൽകി, പാപക്ഷമ നൽകി എല്ലാവരെയും അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമെന്ന് യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.